നിങ്ങളൊരു നല്ല മനസ്സുള്ള വ്യക്തിയാണോ? മറ്റുള്ളവരെ സഹായിക്കാനും വിഷമിപ്പിക്കാതിരിക്കാനും എന്തിന് നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റിവെച്ചുപോലും മറ്റുള്ളവർക്കായി ഓടി നടക്കുന്ന ഒരാൾ എങ്കിൽ ഇതൊരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ ആ നല്ല മനസ്സ് ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സായി മാറിയിട്ടുണ്ടോ? നിങ്ങളുടെ ആത്മാർത്ഥതയും ദയയും മുതലെടുത്ത് നിങ്ങളെ ഒരു ഇമോഷണൽ അടിമയാക്കി മാറ്റിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ചിലപ്പോൾ അത് നിങ്ങളുടെ അടുത്ത സുഹൃത്തായിരിക്കാം, നിങ്ങളുടെ പങ്കാളിയായിരിക്കാം, ഒരു കുടുംബാംഗമായിരിക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ഉപയോഗിക്കുന്നവരെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ്. 1. വിളിക്കുന്നത് പ്രശ്നങ്ങൾ പറയാൻ മാത്രം. ഓൺലി കോൾ ഫോർ പ്രോബ്ലംസ്. നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളയാൾ വിളിക്കുന്നത് എന്തിനാണ്? എപ്പോഴും അവരുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും മാത്രം പറയാനാണോ? നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവർ തിരക്കാണെന്ന് പറയുമോ? നിങ്ങളുടെ മനസ്സിനെ അവർ ഒരു ഡസ്റ്റ്ബിൻ പോലെ ഉപയോഗിക്കുകയാണ്. അവരുടെ ടെൻഷൻ ഇറക്കിവെക്കാൻ ഒരു സ്ഥലം. നിങ്ങളൊരു സൗജന്യ തെറാപ്പിസ്റ്റായി മാറുന്നു. അവർക്ക് ആശ്വാസം കിട്ടുമ്പോൾ നിങ്ങളുടെ മാനസിക നില തകരുന്നു. ഇത് സൗഹൃദമല്ല, വെറും ചൂഷണമാണ്. 2. ആവശ്യത്തിന് മാത്രം സൗഹൃദം. നീഡ് ബേസ്ഡ് ഫ്രണ്ട്ഷിപ്പ്. ഒരു സഹായം വേണമെങ്കിൽ മാത്രം നിങ്ങളെ തേടിവരുന്ന ചിലരുണ്ടോ? അവർക്കൊരു ആവശ്യം വന്നാൽ നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും ഉടൻ ചെല്ലണം. അത് അവരുടെ അവകാശമാണ് എന്നാണ് അവർ കരുതുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്തു കൊടുക്കാൻ വൈകിയാൽ അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യമാകും. ഇതൊരു യഥാർത്ഥ ബന്ധമല്ല. നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ടൂൾ മാത്രമാണ്. നിങ്ങളുടെ നല്ല മനസ്സിനെ അവർ ചൂഷണത്തിനുള്ള ലൈസൻസാക്കി മാറ്റിയിരിക്കുകയാണ്. 3. എപ്പോഴും ഇരയുടെ വേഷം. ഓൾവേസ് ദ വിക്ടിം. എപ്പോഴും താനാണ് പാവം, തനിക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ, ലോകം മുഴുവൻ തനിക്ക് എതിരാണ് എന്ന് പറയുന്ന ആളുകളെ ശ്രദ്ധിക്കുക. നിങ്ങൾ അയ്യോ പാവം എന്ന് കരുതി സഹായിക്കും. ഈ സഹതാപം മുതലെടുത്ത് അവർ കാര്യങ്ങൾ നേടും. ഇത് വെറുമൊരു അഭിനയമാണ്. നിങ്ങളുടെ ദയയും സഹതാപവും പിടിച്ചുപറ്റി നിങ്ങളെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള ഒരു തന്ത്രം. യഥാർത്ഥത്തിൽ അവർ അധികാരത്തിന്റെ കളി കളിക്കുകയാണ്, നിങ്ങൾ അതിലെ പാവയും. 4. സന്തോഷം തകർക്കുന്നു. ക്രഷിംഗ് യുവർ ജോയ്. നിങ്ങളൊരു വിജയം നേടുമ്പോൾ സന്തോഷം പങ്കുവെക്കുമ്പോൾ അവർ അത് കേട്ട് സന്തോഷിക്കാറുണ്ടോ? അതോ അതിലെന്താ ഇത്ര വലിയ കാര്യമെന്നോ, എനിക്കിതിലും വലുത് കിട്ടിയിട്ടുണ്ട് എന്നോ പറഞ്ഞ് നിങ്ങളുടെ സന്തോഷം കെടുത്തിക്കളയുമോ? അവരുടെ ലക്ഷ്യം നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുക എന്നതാണ്. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നിന്നാൽ അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ചിറകുകൾ വെട്ടി നിങ്ങൾ എപ്പോഴും അവരുടെ കീഴിലായിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. 5. നോ പറഞ്ഞാൽ ദേഷ്യം. ആങ്കർ വെൻ യു സേ നോ. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമില്ല, നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു. ഉടൻ അവർ ഓ നീ ഇത്രയ്ക്ക് സ്വാർത്ഥനാണോ, ഞാൻ നിന്നെ വിശ്വസിച്ചു പോയല്ലോ എന്ന് പറയും. ഇതൊരു കൺട്രോൾ ടാക്ടിക്കാണ്. നിങ്ങളുടെ നോ എന്ന വാക്കിനെ അംഗീകരിക്കാതെ കുറ്റബോധം തോന്നിപ്പിച്ച് നിങ്ങളെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ അവർ ശ്രമിക്കുന്നു. 6. അതിരുകടക്കുന്നു. ക്രോസിംഗ് ബൗണ്ടറീസ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് നിങ്ങളുടെ മുറിയിൽ കയറി വരിക, വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുക, നിങ്ങളുടെ അനുവാദമില്ലാതെ സാധനങ്ങൾ എടുക്കുക. നിങ്ങൾ ചോദ്യം ചെയ്താൽ നിനക്കെന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. നിങ്ങളുടെ ബൗണ്ടറീസ് അവർക്ക് ഒരു വിലയുമില്ല. നിങ്ങൾ വെറും ഒരു ടൂൾ മാത്രമാണ് അവർക്ക്. നിങ്ങളുടെ കഴിവുകൾക്കും അറിവിനും അവർ വില കൽപ്പിക്കുന്നില്ല. 7. കുറ്റം നിങ്ങളുടെ തലയിൽ. യുവർ ഫോൾട്ട്, നോട്ട് ഡെയേഴ്സ്. അവർ ഒരു പ്രശ്നമുണ്ടാക്കും. നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാനല്ല, നീയാണ് എന്നെക്കൊണ്ടത് ചെയ്യിച്ചത് എന്നോ, നീ കാരണം എനിക്ക് ടെൻഷനായി എന്നോ പറഞ്ഞ് കാര്യങ്ങൾ നിങ്ങൾക്കെതിരാക്കും. ഇതിനെയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ താളം തെറ്റിച്ച് എല്ലാം നിങ്ങളുടെ തെറ്റാണ് എന്ന് വിശ്വസിപ്പിച്ച് അവർ രക്ഷപ്പെടും. 8. കുറ്റബോധം കെണി. ഗിൽറ്റ് ട്രാപ്പ്. നിങ്ങൾ അവർക്കുവേണ്ടി ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ നിനക്കെന്നോട് സ്നേഹമില്ല, ഞാൻ നിന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റബോധം തോന്നിപ്പിക്കാറുണ്ടോ? ഇതൊരു ഇമോഷണൽ ട്രാപ്പാണ്. നിങ്ങളുടെ ദയയും സ്നേഹവും ഉപയോഗിച്ച് നിങ്ങളെ കുറ്റബോധത്തിലാക്കി അവരെന്തും ചെയ്യിക്കാനുള്ള ഒരു വഴി. ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുക. ഈ അടയാളങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സ്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സന്തോഷം ഇതെല്ലാം പാഴാക്കാതിരിക്കുക. നിങ്ങൾ പറയുന്ന വേണ്ട എന്ന വാക്കാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. അത് ഉപയോഗിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ബൗണ്ടറീസ് വ്യക്തമാക്കുക. അവ ലംഘിക്കാൻ ആരെയും അനുവദിക്കരുത്. നിങ്ങളുടെ മാനസികാരോഗ്യമാണ് ഏറ്റവും വലുത്. അതിന് വില കൽപ്പിക്കുക. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല.